പി.സി. ജോർജിന് ജാമ്യം ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. വിദ്വേഷ പരാമർശ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് റിമാൻഡിലായിരുന്ന ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ആശുപത്രി വിട്ടു എന്ന വാർത്ത. രാജ്യത്തെ നശിപ്പിക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ഇന്ന് പി.സി. ജോർജ് പ്രതികരിച്ചു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നുള്ള ആശ്വാസകരമായ വാർത്തയും കൂടെയുണ്ട്. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തൻ്റെടമായി മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് വേറെ ഒന്നും പറയാനില്ല. പി.സി. ജോർജ് വാക്കുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ് അല്ലേ? അത് വളരെ ഈ നിയന്ത്രണം അദ്ദേഹത്തിന് വേണം. കാര്യം പൊതുരംഗത്ത് എത്രയോ കൊല്ലം 30-30 കൊല്ലമായി അല്ലേ എം.എൽ.എ. ആയിട്ട് തന്നെ ജീവിക്കുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, പി.സി. ഇന്ന് വളരെ നിയന്ത്രണത്തിലാണ് സംസാരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പ്രായമൊക്കെ ആയി. കാര്യം ഇതൊക്കെ വളരെ ശ്വാസം മുട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ജാമ്യം നിഷേധിക്കുന്നു, പിന്നീട് ജാമ്യം ലഭിക്കുന്നു, ആശുപത്രിയിൽ കഴിയുന്നു, അസുഖം വരുന്നു, എന്തൊക്കെയായിരുന്നു? SKN തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ചാണ് പുറത്തിറങ്ങിയ ശേഷം പി.സി. ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടു. അതായത് ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പാലായിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. തുടർ ചികിത്സ ആവശ്യമുണ്ടെന്ന് കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെ ആ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ കേസ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കേസാണ് പി.സിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഈ കേസ് വീണ്ടും കോടതിയുടെ മുൻപാകെ എത്തുമ്പോൾ പി.സി. ജോർജിന് പിടിച്ചു നിൽക്കാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിനുള്ള കാരണം ഇതൊരു വീഡിയോ എവിഡൻസ് ഉണ്ട്. ഈ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നാണ് ഈ ഒരു മതവിദ്വേഷ പരാമർശം നടത്തിയത്. അതൊരു തെളിവായി തന്നെ കോടതിക്ക് മുമ്പാകെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങൾ മുൻപും സമാനമായ കുറ്റകൃത്യത്തിൽ കോടതി കൃത്യമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രസ്താവനകൾ നടത്തരുതെന്ന് അത് ലംഘിച്ചുകൊണ്ടാണ്, ഹൈക്കോടതിയുടെ ആ നിർദ്ദേശം വരെ ലംഘിച്ചുകൊണ്ടാണ് പി.സി. ജോർജ് വീണ്ടും ഒരു പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഭാവിയിൽ കേസായി കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ പി.സി. ജോർജിന് ഈ കേസിൽ തിരിച്ചടി കിട്ടുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും താൽക്കാലിക ആശ്വാസമാണ്, സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കുക, ഒപ്പം തന്നെ അബ്സ്കോണ്ടിങ് ആകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ജാമ്യം നൽകാറുണ്ട്. അങ്ങനെയാണ് പി.സി. ജോർജിനും ഈ ജാമ്യം ലഭിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ജാമ്യം നൽകിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് തുടർന്ന് കോടതിയിൽ വരുമ്പോൾ കൂടുതൽ നാടകീയ രംഗങ്ങൾ നമുക്ക് കാണാനാകും. SKN.